ഒരു കടി കിട്ടുന്നവർക്കും കിടക്കുന്നവർക്കും മാത്രമേ കടിയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വായിച്ചു പണ്ട് കാലത്ത് ഡോക്ടർമാരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് കടി കിട്ടിയിട്ട് എക്സ്പീരിയൻസ് കൊണ്ടല്ല, അവർ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടാണ്. അപ്പൊ കടി കിട്ടിയിട്ട് എക്സ്പീരിയൻസ് പറയാൻ പറ്റും. നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കുന്നത്? സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആണ് മനുഷ്യ. അങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനം? അപ്പൊ ഞാനാണെന്ന് പറഞ്ഞാൽ ആണ്, പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണ്. അതിനിപ്പോ അവരെന്റെ വാല് പൊക്കി നോക്കാനോ തലപ്പൊക്കി നോക്കാനൊന്നും പോകുന്നില്ല. അവർക്കൊരു സമാധാനം. പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. വെനമുള്ള കോബ്ര ബൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ പൊക്കിളും ചുറ്റും നാടൻ ചികിത്സ പ്രത്യേകിച്ച് പറയും, നമുക്ക് ഗൂളി ചെയ്താൽ കിട്ടും. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നത് സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്തുകൊണ്ട് സുരേഷ് ഉപ്പുവെള്ളം കുടിച്ചില്ല? എന്റെ വായിക്കാത്ത കയറിയത് വിടുവിച്ചാലേ ശരിയാവും. ഒരു മിനിറ്റ്, എനിക്ക് ബോധമില്ല സഹോദര. ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. കാറി കയറിയപ്പോ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത് മനസ്സിലായില്ലേ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിങ്ങൾ ഈ ചോദ്യം, നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിട്ടേക്കറിനോ ചോദിക്കുന്നില്ല? അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ചൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എൻഡ് നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല? ബാബാ സുരേഷിന് മാത്രം ചോദിക്കണേ. കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ല. ആ നിയമം പാലിക്കുന്നുണ്ടെന്നുള്ളതല്ല. ഞാൻ ലൈസൻസ് ഞാൻ പാലിക്കുന്ന നിങ്ങൾ നോക്കണേ. ചെയ്ത് കാണിക്കണ. ഞാൻ പറയാം, ഈ ബാബാ സുരേഷാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബാബാ സുരേഷിനെ തെറി പറയുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. We are living in a very cruel society. ബാബാ സുരേഷ് ഒരിക്കലും ഒരു വനവകുപ്പ് ഉദ്യോഗസ്ഥനെ പാമ്പ് പിടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ കിട്ടോടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അത് ആരെയാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റ് എന്നത്? അതുകൊണ്ട് പറയൂ. നിങ്ങൾ ആരും പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആണ് മനുഷ്യ. റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അയ്യോ, വാ ഇരിക്കി പറയണ്ടേ. റോഷിജിക്ക് ഒരു റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിഷം കുടിക്കുക. അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റിൽ പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ വെനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോ അല്ല വീഡിയോ എടുക്കുമ്പോ കാണിക്കാൻ പറ്റുള്ളൂ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ജോയിച്ചേട്ടനുണ്ട്. ഒരു കടി പോലും എടുത്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോയിച്ചേട്ടനാണ്. അതെനിക്കിട്ടൊന്ന് ഊതിയത്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് പിടി കേട്ടവരെയൊക്കെ മോശമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തൊരു 100 പേർക്ക് 5 ദിവസം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അങ്ങ് അടിച്ചോട്ടി കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി.